സുഹൃത്തുക്കളെ, അങ്ങനെ ADGP MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു. അജിത് കുമാറിന് ഒരു സ്ഥലം മാറ്റം കൊടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്? ചിരിക്കുക എന്നല്ലാതെ മറ്റെന്തെങ്കിലും പറയാൻ കഴിയുമോ? അതായത് ആരോപണം ഉണ്ടായി 32 ദിവസത്തിന് ശേഷമാണ് MR അജിത് കുമാറിനെതിരെ നടപടി വന്നിരിക്കുന്നത്. അതായത് ഇതാണ് നടപടി. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി സായുധ പോലീസിൻ്റെ ബറ്റാലിയനിലേക്ക് മാറ്റി. ഇൻ്റലിജൻസ് ADGP ആയ മനോജ് എബ്രഹാമിനെ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് നിയമിക്കുകയും ചെയ്തു. അതായത് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി. ക്രമസമാധാന ചുമതല ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണെന്ന് നമുക്കൊക്കെ അറിയാം. അതിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതാണ്. ഈ 32 ദിവസം നീണ്ടുനിന്ന അതിഗംഭീരമായ അന്വേഷണത്തിനൊടുവിൽ സർക്കാർ എത്തിയിരിക്കുന്നത്. എന്തായാലും സഖാക്കളെല്ലാം പുളകിതരാണ്, ആവേശത്തിലാണ്. ഇതാണ് സർക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുന്നു. 32 ദിവസം നീണ്ട അതിഗംഭീരമായ അന്വേഷണത്തിനൊടുവിൽ, അതായത് അന്വേഷിക്കുമെന്ന് പറഞ്ഞു, ഇതാ അന്വേഷിച്ചിരിക്കുന്നു. അതിനെതിരെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ തുടർന്ന് നടപടിയെടുക്കുമെന്ന് പറഞ്ഞു, നടപടിയെടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് സഖാക്കളുടെ പുളകത്തിന് കാരണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കൗതുകരവും സഹതാപവും ഒക്കെ തോന്നുകയാണ് ഈ പാവങ്ങളോട് എന്ന് മാത്രം പറയുകയാണ്, ഈ പറഞ്ഞ സൈബർ സഖാക്കളോടൊക്കെ. ഈ 32 ദിവസം നീണ്ടു നിൽക്കുന്നൊരു അന്വേഷണം വേണമായിരുന്നു ഒന്ന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ. മാത്രവുമല്ല, ഇങ്ങനെയാണോ ആരോപണ വിധേയനായ എന്താരോപണമാണ് അവിടെ RJDയും CPIയും ഒക്കെ ഒരു പരിധിവരെ പറഞ്ഞതുപോലെ RSS നേതാവിനെ കണ്ടു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ കണ്ട ഒരാൾ ഈ സർക്കാരിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സർക്കാരിൻ്റെ ADGP ആയിരിക്കാൻ യോഗ്യനല്ല എന്നതാണ് CPI ചൂണ്ടിക്കാണിച്ചത്. RJD ചൂണ്ടിക്കാണിച്ചതും അത് തന്നെയാണ്. ഏതാണ്ട് ഫലത്തിൽ ഈ 32 ദിവസത്തിനൊടുവിൽ സർക്കാർ നടപടിയെടുക്കുന്നതും അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് കൗതുകകരം. അതും നടപടിയെടുക്കുന്നത് എന്താണ്? ആ ക്രമസമാധാന ചുമതലയിൽ മാറ്റി പകരം ഒരു പോസ്റ്റ് കൊടുത്തു. അതായത് അതിഗുരുതരമായ ആരോപണങ്ങളാണ് ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിരുന്നത്. അത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ഈ കോഴിക്കോട്ടെ മാമി തിരോധാനം, അങ്ങനെ റിധാൻ വധക്കേസ്, അങ്ങനെ 100,000 കാര്യങ്ങളാണ് അൻവർ പൊട്ടിച്ചു വിട്ടത്. ഇനി അതിനൊക്കെ അപ്പുറത്തേക്ക് അൻവർ ചൂണ്ടിക്കാണിച്ച ഈ എന്താ പറയുക, കോടികളുടെ ബംഗ്ലാവ് ഉണ്ടാക്കുന്നു, അതേപോലെ അനധികൃത സ്വത്ത് സമ്പാദനം, ഇതിലൊക്കെ വിജിലൻസ് അന്വേഷിക്കാനും തീരുമാനിച്ചാണ്. ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ആ ചുമതലയിൽ നിന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അതൊരു വലിയ നടപടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നടപടി 32 ദിവസത്തിന് ശേഷം ഒരു വലിയ നടപടിയാണ് എന്ന് കരുതാൻ വയ്യ. ഇത് ആരോപണമുണ്ടായ ആ സമയത്ത് തന്നെ ഏറ്റവും ആദ്യം തന്നെ ചെയ്യാവുന്ന ഒന്നായിരുന്നു. ഇപ്പോൾ TP സെൻകുമാറിൻ്റെ കേസൊക്കെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ നടപടിയെടുത്താൽ പിന്നീട് കോടതിയിൽ പോയാൽ അയാൾക്ക് അനുകൂലമായി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊന്നും അതായത് സർക്കാരിൻ്റെ പോസ്റ്റുകളിൽ സർക്കാർ ആരാകണം, DGP അല്ലെങ്കിൽ ADGP ചുമതലയിൽ ADGP റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ, പ്രൊമോഷൻ എത്തിക്കഴിഞ്ഞാൽ ഇനി ADGP റാങ്കിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അതല്ലെങ്കിൽ സസ്പെൻഷനും ഡിസ്മിസലും ഒക്കെ ചെയ്യാൻ കഴിയുന്നതിൽ അത്രയും ഗുരുതരമായ കാര്യങ്ങൾ അന്വേഷിച്ച് തെളിയിക്കപ്പെടണം. പക്ഷേ ഇപ്പോൾ ജയിൽ മേധാവി ആരാകണം, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആരാവണം, അങ്ങനെ ഓരോ വകുപ്പിൻ്റെയും ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയും ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ ആരാകണം, ഇൻ്റലിജൻസിൻ്റെ ചുമതലയിൽ ആരാകണം, ഇതൊക്കെ തീരുമാനിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. ഇതിൽ ആളുകളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കഴിഞ്ഞാൽ സർക്കാരിന് ഏത് സമയത്തും ചെയ്യാവുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ. അല്ലാതെ ഒരാളെ ഇന്ന പോസ്റ്റിൽ വെച്ചിട്ട് അയാൾ ഇത്ര കൊല്ലം തയ്ക്കണം ആ പോസ്റ്റിൽ നിന്ന്, ഇങ്ങനെയൊന്നുമില്ല. സർക്കാർ എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് സർക്കാർ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു റൊട്ടേഷൻ പോലെയാണ്. ഇൻ്റലിജൻസ് മേധാവിയായിരുന്ന മനോജ് എബ്രഹാമിന് ഈ ക്രമസമാധാന ചുമതല കൂടി കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഇദ്ദേഹത്തെ ബറ്റാലിയൻ്റെ ADGP ആക്കി മാറ്റുന്നു. അതായത് ഈ നേരിട്ട് പൊതുജനങ്ങളെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്നു. പക്ഷേ ഇത് എത്രയോ നേരത്തെ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതൊരു നോർമൽ റൊട്ടേഷനാണ്. അതായത് ആരോപണമുണ്ടായ സമയത്ത് തന്നെ ചെയ്തിരുന്നുവെങ്കിൽ, ഇതിന് സാധാരണ അങ്ങനെയല്ലേ, ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ ആരോപണ വിധേയനെ മാറ്റി നിർത്തുകയാണ്. നമ്മൾ മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെയാണ് രാജിവെക്കണം എന്ന് പറയുന്നത്. അങ്ങനെ
പല മന്ത്രിമാരും രാജിവെച്ച ചരിത്രമുള്ള നാട് കൂടിയാണ് കേരളം. ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യും, സാധാരണഗതിയിൽ സസ്പെൻഡ് ചെയ്യും. പക്ഷേ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ഒന്ന് ധൈര്യമില്ല, രണ്ട് അതിനനുസരിച്ച് ആരാണ് അന്വേഷിക്കുന്നത്? ഈ പോലീസിന് കീഴ് മുഖ്യമന്ത്രി കീഴിലുള്ള DGP ഒക്കെ തന്നെയാണ്. സ്വാഭാവികമായും സർക്കാരിൻ്റെ നിലപാട് അന്വേഷണ റിപ്പോർട്ടിലും തുടർ നടപടികളിലും ഒക്കെ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെന്തോ വലിയ നടപടിയെടുത്തു, വൻപനൊരു അന്വേഷണം നടത്തി. 32 ദിവസത്തെ അന്വേഷണം എന്ന് പറഞ്ഞാൽ അതും DGP നേരിട്ട് നടത്തുന്ന അന്വേഷണം എന്ന് പറഞ്ഞാൽ ചെറിയ അന്വേഷണം ആയിരിക്കില്ലോ. വലിയൊരു അന്വേഷണം നടത്തി ഫലത്തിൽ ഈ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അജിത് കുമാറിനെതിരെ നടപടി എടുത്തു എന്ന് തന്നെ പറയാതിരിക്കുന്നതാണ് ഇതിലും ഭേദം എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അജിത് കുമാറിനെതിരായ ഈ നടപടിയിൽ തൽക്കാലത്തേക്ക് CPI ഒക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി, അതായത് അജിത് കുമാറിനെ ആ ചുമതലയിൽ മാറ്റണം എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നത്. അത് നടപ്പായി എന്നുള്ള നിലയിൽ വെറുതെ ഒന്നും പുറമേ സന്തോഷിക്കാം എന്നുള്ളതല്ലാതെ ഈ 32 ദിവസത്തെ കരച്ചിലിന് ശേഷം വന്നൊരു നടപടി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ അത് ഒന്ന് ആശ്വസിക്കാനുള്ള കാര്യമായ ഒരു വകയും യഥാർത്ഥത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് തീർത്തും പറയാവുന്ന ഒന്ന് തന്നെയാണ് അജിത് കുമാറിനെതിരെ വന്നിരിക്കുന്ന നടപടി എന്ന് പറഞ്ഞാൽ ആ ചുമതലയിൽ നിന്ന് മാറ്റുക മാത്രമാണ് ചെയ്തത്, മറ്റൊരു ചുമതല കൊടുക്കുകയും ചെയ്തു. അതായത് ഒരു കാര്യം കൂടി ഉറപ്പാണ്, അജിത് കുമാറിനെതിരെ ഇതുവരെ വന്നിട്ടുള്ള മറ്റ് മുഴുവൻ കാര്യങ്ങളും അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആകെ ഈ ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടു എന്ന് പറയുന്നതിൽ മാത്രം ഒരു നടപടിയിലേക്ക് എത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെ കണ്ടൊരാളെ ഞങ്ങളുടെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആഞ്ഞ് കത്തിച്ച് നമ്മുടെ ക്യാപ്സ്യൂളുകൾ പറന്നു വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിലോ ഒക്കെ പറയും, ഒരു ആരോപണമുണ്ട്, എന്താണ് ഉടൻ നടപടി എടുക്കുകയല്ല ചെയ്തത്, ഞങ്ങൾ അന്വേഷിച്ച ശേഷം വീഴ്ച കണ്ടപ്പോൾ നടപടിയെടുത്തു, അതല്ലേ ഈ നാട്ടിൽ ചെയ്യേണ്ടത്, അതല്ലേ നാട്ടിൻ്റെ രീതി, ചില രീതികളൊക്കെ ഈ കാര്യങ്ങൾക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും ആഞ്ഞ് കത്തി വരുന്ന കുറേ പ്രസംഗങ്ങൾ കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബോധമുള്ള ആർക്കും, സാമാന്യ ബോധമുള്ള ആരും ഇത് എന്തോ വലിയ സംഭവമായി കരുതില്ല എന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ തോന്നില്ല, കാരണം 32 ദിവസത്തിന് ശേഷം ഇങ്ങൊരു ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള നിലയിലേക്ക് മാത്രം വരുമ്പോൾ അതും ഈ പറഞ്ഞ അതിഗുരുതരമായ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള പല കാര്യങ്ങളിലും, ഈ ഫ്ലാറ്റ് മേടിച്ച് മറിച്ചു വിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള വിഷയങ്ങൾ നോക്കുമ്പോൾ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാർ എന്തോ വലിയ സംഭവം ചെയ്തു എന്ന് കരുതാൻ വയ്യ. നിങ്ങൾക്കെന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? അജിത് കുമാറിനെ മാറ്റിയത് അതിഗംഭീരമായ, സാഹസികമായ, ഉജ്ജ്വലമായ തീരുമാനമാണോ? സർക്കാരാണോ ഇക്കാര്യത്തിൽ, സർക്കാരിൻ്റെ ഈ നടപടിയെ നിങ്ങൾ അഭിനന്ദിക്കുന്നുണ്ടോ? അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെങ്കിലും അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ മറ്റു വിഷയത്തിൽ ഉടൻ കാണാം. നന്ദി.